എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കൊണ്ട് വേറൊന്നുമില്ല, അതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ട്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ദിക്റാണ്. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ. രണ്ടാമത്തെ ദിക്ർ ഏതാണ്? ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ പടച്ചവനെ മുഅദ്ദിന് പറയുന്നത് പോലെ കേൾക്കുന്ന ആളും പറയണമല്ലോ. മുഅദ്ദിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണം. എന്നാൽ ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ അവിടെ വരുമ്പോൾ എന്താ പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും നമ്മളത് പറയണമെന്ന ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് ഇത് പറയുന്ന സമയം ആ ബാങ്കിന്റെ ജവാബിന് വിപരീതമായിട്ട് നമ്മളിത് പറയാറുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന കലിമത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഹദീസുകൾ കേട്ടോ, ആ ഒരൊറ്റ ദിക്റിന്റെ ശ്രേഷ്ഠത കേട്ടോ. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഖൈസ്, അബ്ദുല്ലാഹിബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സ്വർഗ്ഗത്തിലെ നിധികളിൽ നിന്ന് ഒരു നിധി, ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്ക നബിയിന റസൂലുള്ളാഹി, നിധി വേണോ നിങ്ങൾക്ക്? അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിധി വേണോ? ആ വീടിന്റെ എവിടെയാ നിധി ഉള്ളത് എന്ന് മന്ത്രവാദികളെ വിളിച്ച് നോക്കണ കാലവാ അല്ലേ? നിധി നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം? എന്താ ചൗക്കണ്ണേ, വീടിന്റെ പറമ്പിൽ എവിടെങ്കിലും നിധി കിടപ്പുണ്ട്? എൻ്റെ ഭാര്യ എപ്പോഴും പറയും, എൻ്റെ പറമ്പിൽ എവിടെ നിധിയുണ്ടെന്ന്, എൻ്റെ വീടിന്റെ ഏതൊരു ഭാഗത്ത് നിധിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് അവിടെ കിടക്കട്ടെ, എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീട്ടിലും ഒരു നിധി ഉണ്ടെന്ന, അതെന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിലെ ഒരു നിധി, മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, സ്വർഗത്തിന്റെ നിധികളിൽ വെച്ച് ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിന റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ നിധി മുത്തി നബി അവിടെ നിന്ന് ചോദിക്കുമ്പോ സഹാബി പറഞ്ഞു, നബി ഒന്ന് പറഞ്ഞതാ നബിയെ, നിധിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സ്വർഗത്തിന്റെ നിധി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റിന്റെ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുത്തുനബി പറയുകയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന. തന്ന നാവ് കൊണ്ട് മുടങ്ങാതെ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എപ്പോഴാണോ നിനക്ക് ഒഴിവുള്ളത്, അത് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ, കച്ചവടമില്ലാതെ കടയ്ക്കകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയമുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാരനാണല്ലോ, പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള ദിക്റാണ്. കഷ്ടപ്പാടില്ല, പ്രയാസമില്ല, എപ്പോ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ, ഇത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്സിറൂ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസു
കൻസും മിൻ കുനൂസിൽ ജന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കുക. കാരണം അത് സ്വർഗ്ഗത്തിന്റെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുകും അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശി മിൻ കൻസിൽ ജന്ന തഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫയഖൂലു അല്ലാഹു അസ്ലമ അബ്ദി വസ്തസ്ലമ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അർശിന് താഴെയുള്ള സ്വർഗ്ഗത്തിലെ നിധിയിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അർശിന്റെ താഴെയുള്ള സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ എവിടെന്ന് പറഞ്ഞു തരുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് അർശിന്റെ താഴെയുള്ള സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെന്ന് അല്ലാഹുവേ അവിടെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, എന്റെ അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, النبي ذر الغفار رضي الله تعالى عنه أمرني خليلي بسبع وأمرني أن نقصر من قول لا حول ولا قوة إلا بالله فإنهن من كنز تحت العرش. മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ കൂട്ടുകാരൻ എന്നോട് 7 കാര്യങ്ങളാണ് കൽപ്പിച്ചത്. മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ 7 കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു. ആ 7 കാര്യങ്ങളിൽപ്പെട്ട 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏ അബൂദറേ, ഈ ദിക്ർ നീ അധികരിപ്പിക്കണേ അബൂദറേ. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാവ് അവിടെന്ന് ഉപദേശിക്കുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. 7 ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഏത് സാഹചര്യത്തിലും നീ ഒഴിവാക്കരുത്, ഏത് സാഹചര്യത്തിലും നീ മുറുകെ പിടിക്കണം. ചില സ്വഹാബത്തിനോട് അങ്ങനെയാണ്. അബൂ ഹുറൈറയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ, അബൂ ദർ ഗഫാരിക്ക് പറഞ്ഞു കൊടുത്തല്ലോ, ഇബ്നു മസ്ഊദിന് പറഞ്ഞു കൊടുത്തല്ലോ. അല്ലാഹുവേ, ഒരുപാട് സ്വഹാബികൾക്ക് മുത്തുനബി അവിടെന്ന് പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു. അബൂദറിനോട് പറഞ്ഞു, 7 കാര്യങ്ങൾ നീ മുടക്കരുത്, 7 കാര്യങ്ങൾ നീ മുടക്കരുത്. അതിലെ 7ാമത്തെ കാര്യം എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ അധികമായിട്ട് പറയണേ, ഇത് നീ അധികമായിട്ട് പറയണേ. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ? വഅമറനി അൻ നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുത്തുനബിയോട് അവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറയുകയാണ്, എന്നോട് പറഞ്ഞത് അത് അർശിന്റെ താഴെയുള്ള നിധിയാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെയുള്ള നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അൻ ഖൈസ് ഇബ്നു സഅദിന് ഖാല ഫമറ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് സല്ലൈതു ഫളറബനി ബിരിജ്ലി وقال على أدلك على باب من أبواب الجنة قلت بلى يا رسول الله قال
ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു, എന്റെ അടുത്തുകൂടെ നടന്നു പോയി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് കാലുകൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാ. അതാ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നു. മഹാനായ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ കാലുകൊണ്ട്, തന്റെ സറഫാക്കപ്പെട്ട കാലുണ്ടല്ലോ, ആ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ നിധിയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ താഴെയുള്ള നിധിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാ, സ്വർഗത്തിന്റെ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ബലായാ റസൂലല്ലാഹ്, മുത്തുനബിയെ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു തരാൻ ഖൈസ് ഇബ്നു സഅദ് എന്ന് പറയുന്ന സ്വഹാബി അവിടുന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ, കാരണം സ്വർഗത്തിന്റെ കവാടമാണ്, സ്വർഗത്തിന്റെ വാതിലാണ്, സ്വർഗത്തിന്റെ വാതിലാണ്. യാ റസൂലല്ലാഹ്, പറഞ്ഞു തരുമോ നബിയേ? സ്വഹാബി അവിടുന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് സ്വർഗത്തിന്റെ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അന്നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഉസ്രിയ ബി മറ അലാ ഇബ്രാഹീം ഫഖാല മൻ മഅക യാ ജിബ്രീൽ ഖാദാ ഹാദാ മുഹമ്മദുൻ ഫഖാല ലഹു ഇബ്രാഹീം മുർ ഉമ്മതക ഫൽയുക്സിറു മിൻ ഗിറാസിൽ ജന്ന ഫഇൻ തുർബതഹാ തഹൂറുൻ വഅർളുഹാ വാസിഅത്തുൻ ഖാല വമാ ഗിറാസുൽ ജന്ന ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഇസ്രായിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയ രാത്രിയുണ്ടല്ലോ, നബി തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ മുത്തുനബി നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, നിന്റെ കൂടെയുള്ളതാരാണ്? ഇബ്രാഹിം നബി ചോദിക്കുന്നു, ജിബ്രീലേ, നിന്റെ കൂടെയുള്ളതാരാണ്? നബിയേ, അത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് മുത്തുനബിയെ കാണുമ്പോ അവിടുന്ന് സലാം പറയുകയാണ്, അവിടുന്ന് സ്വീകരിക്കുകയാണ്, അവിടുന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കുക. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോ, ആകാശ ലോകത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോ ജിബ്രീലേ, ആരാ കൂടെ ഉള്ളത്? മുത്തി നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, അവിടെ നിന്ന് സംസാരിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു കൊടുക്കണം. നബി തങ്ങളോട് പറഞ്ഞ, അങ്ങയുടെ ദാസന്മാരോട് പറയണം, സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം. കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. നല്ല മണ്ണാ, കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു, സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ്, നല്ല വിളവ് കിട്ടുന്ന മണ്ണ്. അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി ഇറക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറങ്ങല്ലേ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൈകൾ നമ്മൾ നടാനാ പറഞ്ഞേ.
കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിലെ തൈകൾ എന്താണ്? സ്വർഗത്തിൽ എങ്ങനെയാ തൈകൾ നടുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തൈകൾ നടാറുണ്ട്, എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. എന്നാണ് അല്ലേ? തൈ നടും, ഫോട്ടോ എടുത്തിടും. ഈ അടുത്തൊരു വീഡിയോ കണ്ടു, എല്ലാവരും കൂടെ കൊണ്ടൊരു ചെടി നടന്നു, ഫോട്ടോ എടുത്തു. പക്ഷെ ഫോട്ടോ വിട്ടുപോയി, ലൈവ് ഇട്ടത് ഓഫാക്കാൻ മറന്നുപോയി, അങ്ങോട്ട് മാറി ഊരിക്കളഞ്ഞു. ഇതാ ഇന്നത്തെ അവസ്ഥ. അലക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഒക്കെ ഇടും. ഇത് ഏത് ദിവസം വരുമ്പോഴാ? പരിസ്ഥിതി ദിനം വരുമ്പോൾ വെട്ടിമുറിക്കുമ്പോൾ ആലോചിക്കാറില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ കടന്ന് നശിച്ചു പോകുന്നു, അതിനെക്കുറിച്ചൊന്നും കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, മുത്തുനബി ചോദിച്ചു, എന്താണ് ഈ തൈകൾ, സ്വർഗത്തിലെ തൈകൾ നടാൻ പറഞ്ഞില്ല, എന്താ? അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗത്തിലെ നട്ടോ ഉപകാരപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. قال الإمام ابن قيم رحمه الله سمعت شيخي ഇസ്ലാമിയുടെ മഹാനവറുകൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹ് ഒരുപാട് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മഖ്ഹൂൽ റഹ്മത്തുള്ളാഹ് പറയുകയാണ്, ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വലാ മൻസാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി കശ്ഫ അൻഹു 70 ബാബൻ മിൻ ദർരി അദ്നാഹാ അൽ ഫഖർ. മഹാനായ മഖ്ഹൂൽ റഹ്മത്തുള്ളാഹ് പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ആരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് 70 പ്രയാസങ്ങൾ നീക്കി കൊടുക്കപ്പെടും. അതിൽ ഏറ്റവും ചെറുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ പറഞ്ഞാൽ 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്ര പ്രയാസം മാറും? 70. അതിലെ ഒരെണ്ണം ഏതാ? മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, അദിനാഹുന്ന അൽ ഫഖർ. ആ 70 ഒരെണ്ണം ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്ത് മാറും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ എന്ത് മാറും? ദാരിദ്ര്യം മാറും. അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും. നീ ദിക്ർ പറഞ്ഞ എന്തേ? പൈസ ഉണ്ടാകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ 70 പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. മഹാനവറുകൾ പറയുന്നു, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരു മനുഷ്യൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ ഏത് ഭാരമുള്ള കാര്യം, നീ വലിയ പ്രയാസമെന്ന് പറയുന്ന കാര്യം, നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അല്ലാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും. 2, എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അല്ലാഹു മാറ്റിത്തരും. പേടി അല്ലേ? ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ ഇല്ലേ? ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി. അല്ലാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, 3 കാര്യങ്ങളാണ് മഹാനവറുകൾ പറഞ്ഞു. 1, അല്ലാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും. 2, മനസ്സിന്റെ ഉള്ളിലെ പേടി മാറ്റിത്തരും. 3, അവൻ അല്ലാഹു ഉയർന്ന പദവി കൊടുക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഖാലിൽ മുനാവി റഹ്മത്തുള്ളാഹി പറയുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ദഅഉ മിൻ 99 ദഅൻ. മഹാനവറുകൾ പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് 99 ഇതാരെങ്കിലും പറയുകയാണെങ്കിൽ 99 രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതിലേറ്റവും നിസാരമായത് പ്രയാസമാണ് എന്ന് ഇവിടുന്ന് പഠിപ്പിക്കുന്നു. ലാസ്റ്റ് ഹദീസ്, നബി സഈദ് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹുമാ ഷഹിദ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല രണ്ടുപേരും പറയാ, അവർ രണ്ടുപേരും നബി പറഞ്ഞതായിട്ട് സാക്ഷികളായി പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരടിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാനല്ലാതെ യഥാർത്ഥ ഒരു ആരാധ്യനില്ല, മറ്റാരുമില്ല എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു.
എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ഇതിനർത്ഥം എന്താ? നമ്മൾ അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയുന്നതിലൂടെ അത് അല്ലാഹു നമ്മൾ അംഗീകരിക്കുകയാണ്. അപ്പൊ അല്ലാഹു നമ്മളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയും, ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ, രോഗത്തിന്റെ അവസ്ഥയിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാരെങ്കിലും തന്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ, ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താൽ, രോഗം പിടിച്ച് കിടക്കുന്നവർ ഇത് പറയണമെന്നാ. രോഗികളായി കിടക്കുന്നവർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഈ ദിക്റ് പറയണം. ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ, ആ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു അലം. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വകാന യഖൂലു മൻ ഖാലഹാ ഫീ മറദിഹി സുമ്മ മാത ലം തതഅംഹാ അന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ രോഗം പിടിച്ച് കിടക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ ഇത് പറഞ്ഞ് അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ തൊടുക പോലുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ, ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ചേർത്ത് നമ്മൾ പറയാറുണ്ട്, വേറെ പല ദിക്റുകളും. അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂ ജുന്നതകും മിനൻ നാർ ഖാല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ فإنهن يأتي يوم القيامة مقدمات ومعقبات ومجنبات وهن الباقيات الصالحات. الله നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നരകശിക്ഷയെ തടുക്കുന്ന പരിചയം നിങ്ങൾ എടുക്കണം. നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ ചോദിക്കുകയാ, നമ്മളൊക്കെ ഈ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ നോമ്പ് പിടിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഏതൊക്കെ ദിക്ർ? ഇതെപ്പം പറയുന്നയാ? ഇതെപ്പോഴാ പറയുന്നേ? പള്ളിയിലെ ഉസ്താദ് ഫർദ് നിസ്കാരം കഴിഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആര് പറയണേ? ഇല്ല, ഓടെ ഇല്ലെന്നെ. ആരാ ഇത് പറയണേ? എടാ, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാരിന്ന് പറയൂലേ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, പിന്നെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓടുക. നരകത്തിന്റെ രക്ഷയാ, നരകത്തിന്റെ പരിചയ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഖാല ജാഅ റജുലുൻ ലിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, ഇബ്നു അബീ ഖൈസർ മഹാനവറുകൾ പറയുകയാ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്ന് പഠിപ്പിച്ചു തരാൻ. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് മതിയാകുന്ന വല്ലതും എനിക്കൊന്ന് പഠിപ്പിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പറയുക സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നിനക്ക് മതിയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ റജുലൻ മിൻ ബൈതിഹി ഫഖാല. തീരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ഇദാ ഖറജ റജുലുൻ മിൻ ബൈതിഹി ഫഖാല, ഒരു മനുഷ്യൻ പറയുകയാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിങ്കൽ പരമേൽപ്പിച്ചു, അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിക്കും ഒരു കഴിവുമില്ല. ഇതായി പറഞ്ഞതിനർത്ഥം,
ഇത് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നബിയിന റസൂലുള്ളാഹി. എന്തുണ്ടാകും? അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു നമുക്ക് തരും. നബി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,